ഹലോ! വീണ്ടും ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇതൊരു മിനി വ്ളോഗാണ്. രാവിലെ ഒരു 11 മണി തൊട്ട് രാത്രി ഒരു 9 മണി വരെയുള്ള സംഭവങ്ങൾ. ഒരു വീക്കെൻഡാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്തു അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ 11 o'clock ആയപ്പം താഴെ കാർഫോറിലേക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് വീക്കെൻഡാട്ടോ, അപ്പോൾ ഹോളിഡേ ലീവാണ്. അപ്പോൾ കുറച്ച് പച്ചക്കറിയും ഫിഷും ഒക്കെ വാങ്ങാമെന്ന് വെച്ച് കാർഫോറിൽ വന്നതാണ്. ഇന്ത്യൻ വെജിറ്റബിൾസൊക്കെ ഇവിടെ കിട്ടും, ഫിഷും കിട്ടും. ഇത് അയില, ഒമാൻ അയിലയാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ്റെ ഫിഷും ഉണ്ട് കേട്ടോ. UAE ഫിഷ്, UAE ധാരാളം ഫിഷ് ഉണ്ട്. തിലാപ്പിയ ഇന്ത്യൻ്റെ ആണെന്ന് തോന്നുന്നു അത്. അതെ, ഇതൊക്കെ UAE ഫിഷ്. നല്ല ചെമ്മീൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ്റെത് എക്സ്പെൻസീവ് ആയിരുന്നു, 43 dirhams ആയിരുന്നു അതിന്. ഞങ്ങൾ മേടിച്ചത് മത്തിയാണ് കേട്ടോ. അവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തി. നല്ല മത്തിയായിരുന്നു, നല്ല എന്താ പറയുക, നല്ല വലിയ മത്തിയായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം മത്തി മേടിച്ച്, ഇവിടെ ക്ലീനിങ് ഇല്ല. നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് തരും. ഇവിടെ മാത്രമല്ല, ഇവിടെ ചിക്കനും അവർ കട്ട് ചെയ്ത് തരില്ല, ഫിഷും കട്ട് ചെയ്ത് തരില്ല. കാർഫോറിൻ്റെ പിന്നെ ചിക്കൻ മേടിച്ചാൽ മാത്രമേ അവർ കട്ട് ചെയ്ത് തരുള്ളൂ. അപ്പോൾ ഫിഷ് ഞാൻ ക്ലീൻ ചെയ്യണം. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാം ക്ലീൻ ചെയ്ത് തരും. ഈവൻ വേറെ ഷോപ്സിൽ, ചെറിയ ഷോപ്സിൽ, KM ട്രേഡിങ്ങോ പാർക്കോ അവിടെയൊക്കെ പോയാൽ അവർ ക്ലീൻ ചെയ്ത് തരും. പക്ഷേ ഇവരെ ക്ലീൻ ചെയ്ത് തരാറില്ല. ഇത് ഡീഫ്രോസ്റ്റഡ് സാൽമൺ ആണ് കേട്ടോ. അവർ ഫ്രോസനെ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. ഇതാണ് ഞങ്ങൾ സാധാരണ മാർക്കറ്റ്, ഇവിടെയാണ് നമ്മൾ സാധാരണ ഗ്രോസറി മേടിക്കാൻ വരാറുള്ളത്. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട താഴെ തന്നെയാണ്, അടിയിലാണ്, ഒരു ഗ്രൗണ്ടിലാണ് ഈ കാർഫോർ മാർക്കറ്റ് ഉള്ളത്. ഇത് ദുബായ് ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇപ്പം ഭയങ്കര, ഇപ്പം എന്നല്ല, വൈറലായിട്ടുള്ള ദുബായ് ചോക്ലേറ്റ് ഇല്ലേ, അതിൻ്റെ പല വെറൈറ്റി, ഒരു പ്രത്യേക സ്റ്റോൾ തന്നെയാണ് അതിനുള്ളത്. മിക്കതും ഹാൻഡ് ക്രാഫ്റ്റഡും മെയ്ഡ് ഇൻ UAE ആണ് കേട്ടോ. നല്ല ചോക്ലേറ്റ്സ് ആണ്, നല്ലതാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അവരുടെ പിസ്താഷ്യോ കുനാഫ, അതാണ് ഏറ്റവും ഫേമസും പോപ്പുലറും. എല്ലാ ഷോപ്സിലും ഈ ദുബായ് ചോക്ലേറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഫിഷൊക്കെ മേടിച്ചു, ബില്ലൊക്കെ ചെയ്തു. ആ ഒരു ട്രെയിൽ നന്നായിട്ട് റാപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇനി ക്ലീനിങ് ഉണ്ട്, ഫിഷ് ക്ലീനിങ് ഉണ്ട്. കുറച്ച് സമയമെടുത്തു, പക്ഷേ എല്ലാം ക്ലീനാക്കി എടുത്തു. നല്ല ഫ്രഷ് മത്തിയായിരുന്നു കേട്ടോ, വെരി ഫ്രഷ്. അത്യാവശ്യം നല്ല വലുതായിരുന്നു, നല്ല ഫിഷായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തു, ബാക്കിയൊക്കെ ഫ്രീസറിൽ വെച്ചു. ഇന്നത്തേക്കുള്ളതെല്ലാം മാറ്റി വെച്ചു, ഇന്നത്തേക്കുള്ളത് വേറെ വെച്ചു, ബാക്കിയെല്ലാം ഫ്രീസറിലേക്ക് എടുത്തു വെച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കുറച്ച് ലേറ്റായി, അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു. ഒരു നാപ്പൊക്കെ എടുത്തു. അപ്പോഴേക്കും സമയം ഒരു വൈകുന്നേരം 4-5 മണിയൊക്കെ ആയി കാണും. 5 മണി ആയി കഴിഞ്ഞാലും 6 മണി ആയാലും 7 മണി ആയാലും അത്ര പെട്ടെന്നൊന്നും ഇരുടാവില്ല ഇവിടെ. സമ്മറാണല്ലോ, അപ്പോൾ കുറച്ച് ലേറ്റ് ആവും. കുറച്ച് TV ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. കാപ്പി കുടിച്ചു, ഈവനിങ് കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഇത് ഞാനിങ്ങനെ വെറുതെ ഇവിടെ, എനിക്ക് ഏറ്റവും അപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു സ്പോട്ടാണിത്. ഇത് കനാലാണ് താഴെ. ഇതൊരു ഐലൻഡ് ആയത് കാരണം താഴെ കൂടെ ചുറ്റും കനാലാണ്. അപ്പോൾ ആ കനാലിലുള്ള വ്യൂ, അതും ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. അപ്പം ഒരു 45th ഫ്ലോറിലാണ്. അപ്പോൾ അവിടുന്ന് താഴേക്കുള്ള വ്യൂ അമേസിങ്, നല്ല വ്യൂ ആണ്. എപ്പോഴും നല്ല വ്യൂ ആണ്. നല്ല പച്ച നിറത്തിലുള്ള വെള്ളവും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടുന്ന്. ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. എപ്പോഴും ഇവിടെ ഇരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഇവിടെ തന്നെയാണ്. രാത്രി വേറൊരു വ്യൂ ആണ് കേട്ടോ അതിന്.
രാത്രി ഇങ്ങനെയൊന്നുമല്ല, ഫുൾ ലൈറ്റൊക്കെ ആയിട്ടുള്ള നല്ലൊരു വ്യൂ ആണ്. ഇപ്പോഴും ടൈം ഒരു 6:30 ഒക്കെ കഴിഞ്ഞു, പക്ഷേ ഇരുടായിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞു ഞങ്ങൾ ഏർലി ഡിന്നറൊക്കെ നേരത്തെ കഴിക്കും. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചൊന്ന് പുറത്തേക്ക് നടക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോകുന്നത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള റീം മാളിലാണ്. അതും വളരെ അടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഈ ബാക്ക് കാണുന്ന ബിൽഡിങ്ങാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. രാത്രിയായ നല്ല പ്ലസൻറ്റ്, നല്ല വെതറാണ്. പകൽ ഭയങ്കര ചൂടാണ്, ഭയങ്കരം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. 45 എബവ് ഒക്കെയാണ് ചൂട് ഉച്ചയ്ക്കൊക്കെ. പക്ഷെ രാത്രിയാകുമ്പോൾ നല്ല കൂളാണ്, അതാണല്ലോ ഡെസേർട്ട് ക്ലൈമറ്റ്. രാത്രി ഫുൾ ലൈറ്റാണ് കേട്ടോ, ഇവിടെ എല്ലായിടത്തും ലൈറ്റ്, ഫുള്ളി ലൈറ്റഡ് ആണ്. അപ്പം നല്ല വൈബ്രൻ്റ് ആയിട്ട് തോന്നും നമുക്കിവിടെ. അങ്ങനെ ചെറിയൊരു ഈവനിങ് വാക്ക്, പെട്ടെന്ന് തന്നെ മാളിലെത്തി. മാളിൽ പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം പ്രൈവസി ഒരു ഇഷ്യൂ ആണല്ലോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ പോയിട്ടുള്ളത് സെഫോറയിലാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ഷോപ്പ്. ഞാൻ ധാരാളം അവിടുന്ന് ഷോപ്പ് ചെയ്യാറുണ്ട്, പിന്നെ പുതിയ പ്രോഡക്റ്റ്സൊക്കെ നോക്കാറുണ്ട്. ഷോപ്പിങ്ങിൻ്റെ അധികം വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് സമയം മാളിലൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. രാത്രിയൊക്കെ ഭയങ്കര വൈബ്രൻ്റ് ആണ് ഇവിടെ. പെട്ടെന്ന് ഉറങ്ങുന്ന സിറ്റിയല്ല അബുദാബി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.